നമ്മളിപ്പോൾ ഉള്ളത് അർത്തുങ്കൽ പള്ളിയിലാണ് കേട്ടോ. സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക എന്നറിയപ്പെടുന്ന ഞങ്ങൾ നാട്ടുകാരുടെ അർത്തുങ്കൽ പള്ളി. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലാണ്. പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ. വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു. പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല. വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടവും സന്ദർശിച്ചു. തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അർത്തുങ്കൽ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂദാശ നൽകലും ആരംഭിച്ചു. 1560 മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി മുത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതിച്ചിരുന്നില്ല. എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു. ഇപ്രകാരം 1581 അർത്തുങ്കലിൽ വിശുദ്ധ ആന്ത്രോസിൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണികഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു. അവിടെ നിന്നിങ്ങോട്ട് 1640 പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി നിർമ്മിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണത്തിനാവശ്യമായുള്ള കരിങ്കല്ലുകളും വള്ളങ്ങളിലായിരുന്നു അർത്തുങ്കലിലെത്തിച്ചത്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്താനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുക. ഈ കൊടി ആദ്യം ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് അർത്തുങ്കലിലേക്ക് കൊണ്ടുപോകുന്ന വഴി തുമ്പോളി മാതാവിൻ്റെ പ്രാർത്ഥനാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് ആഘോഷമായ പ്രദർശനത്തോടൊപ്പം അന്നേ ദിവസം വൈകിട്ട് അർത്തുങ്കൽ പള്ളിയിൽ എത്തിക്കുകയാണ് പതിവ്. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരാറുണ്ട്. അർത്തുങ്കൽ സെൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ മകരം തിരുനാൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായ രീതിയിൽ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രധാന വികാരി അച്ഛൻ യേശുദാസ് അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അച്ഛനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഉള്ളവരെ അർത്തുങ്കലെ വിശ്വാസ കൂട്ടായ്മയ്ക്ക് 500-ലേറെ വർഷത്തെ പാരമ്പര്യവും വിശ്വാസ ചൈതന്യവുമാണുള്ളത്. 1581 ഇതിനെ ഒരു ഇടവകയായി കണക്കാക്കുകയും അന്നത്തെ ഇറ്റാലിയൻ അച്ഛനായിരുന്ന ജാക്കോമോ ഫിനീഷ്യോ എന്ന് പറയുന്ന വൈദികൻ അന്ന് നമുക്ക് ഓലയിൽ മാത്രമാണ് പള്ളികളൊക്കെ വെക്കാൻ അനുവാദമുണ്ടായിരുന്നത്. കല്ലും മരവും ഉപയോഗിച്ച് ഒരു ദേവാലയം പണിയാൻ മുത്തേടത്ത് രാജാവിനോട് ഫിനീഷ്യ അച്ഛൻ അനുവാദം വാങ്ങിക്കുകയും നമ്മളിപ്പോൾ കാണുന്ന 1581 നമ്മൾ സൗകര്യാർത്ഥം പഴയ പള്ളി എന്ന് വിളിക്കുന്ന ഈ ദേവാലയം ഇവിടെ മനോഹരമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഈ ദേവാലയത്തിൽ പ്രഗത്ഭരായ നിരവധി വന്യരായ വൈദികർ സേവനമനുഷ്ഠിച്ചു പോയി. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ന് CMI സഭയുടെ സ്ഥാപകനായിരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തൻ്റെ പൗരോഹിത്യം സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിലെ നമ്മൾ വിളിക്കുന്ന പഴയ പള്ളിയിലാണ്.
അടുത്ത നേർച്ചക്കായിട്ടിരിക്കുന്ന ആളുകളാണല്ലേ ഇത്? അമ്പ് നേർച്ച. പെരുന്നാളായതുകൊണ്ട് തന്നെ നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണിക്കുന്നത് പകലുള്ള കാഴ്ചകളാണ് കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര ജനമാണ്. ഇതുപോലുള്ള നമ്മൾ ബീച്ച് ഫെസ്റ്റിവലിലൊക്കെ കാണിച്ച പോലുള്ള പല ആക്ടിവിറ്റീസുകളും ഇവിടെ ചെയ്യാനുണ്ട്. കാർണിവൽ സെറ്റപ്പിലുള്ള പല തൊട്ടിയാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒട്ടേറെ കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ മൊത്തം ഒരു ഉത്സവ ലഹരിയിൽ തന്നെയാണ് അർത്ഥങ്ങളുള്ളത്. എന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഞാൻ ഈ ജാതി കൊണ്ടുവന്ന് സാമുവൽ പറഞ്ഞിരിക്കണം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ദൈവത്തിന്റെ ആഴ്ച കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിൽ ധരിക്കുന്നവന് ദൈവത്തിന്റെ ആഴ്ച ഞാൻ കാണിച്ചു കൊടുക്കും.